ഹായ് ഗൈസ്, വെൽക്കം ടു മെഡ് ബൈബിൾ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ടോപ്പിക് സെലക്ട് ചെയ്തതിൻ്റെ കാരണം ഇപ്പോൾ ലോകത്തുള്ള മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇപ്പോൾ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ബാധിച്ച 3 കോടി ജനങ്ങളിൽ 9 ലക്ഷം ജനങ്ങൾ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ മെഡിക്കൽ രംഗത്ത് നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യമുണ്ട്. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം ഓരോ വർഷവും 7 ലക്ഷത്തിലധികം ആളുകളാണ് മരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം 58,000 കുട്ടികളാണ് അമ്മയിൽ നിന്നുള്ള ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം മരണപ്പെടുന്നത്. മെഡിക്കൽ രംഗത്ത് വളരെയധികം വിപ്ലവം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു പെനിസിലിൻ. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ മേൽ പരീക്ഷണം നടത്തുകയായിരുന്നു. ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് അദ്ദേഹം ഈ ബാക്ടീരിയയെ വളർത്തിയിരുന്നത്. ഒരിക്കൽ തന്റെ പരീക്ഷണശാല വൃത്തിയാക്കുന്നതിനിടെ ജനലരികിലിരിക്കുന്ന ഒരു പാത്രത്തിൽ ഒരു പ്രത്യേകതരം ഫംഗസ് വളരുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം അത് കളയാതെ പകരം അതെടുത്ത് പരിശോധിച്ചപ്പോൾ ആ ഫംഗസിന്റെ വളർച്ച മൂലം അതിലുണ്ടായിരുന്ന ബാക്ടീരിയകളെല്ലാം നശിപ്പിക്കപ്പെടുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അങ്ങനെ 1928 സെപ്റ്റംബർ 3 ലോകത്തിലെ ആദ്യമായിട്ടുള്ള പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് അദ്ദേഹം കണ്ടുപിടിച്ചു. പെൻസിലിന് ശേഷം വിവിധ തരം ആന്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കുകയുണ്ടായി. പിന്നീട് അത് നമ്മൾ പല അസുഖങ്ങൾക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്തു. ഈ ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ എങ്ങനെ തടയുന്നു എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിലുണ്ടായ ഒരു ഇൻഫെക്ഷൻ നമ്മൾ പെൻസിലിൻ കഴിക്കുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയ ബാക്ടീരിയയുടെ ശരീരത്തിൽ ഒരു പ്രത്യേക സൈറ്റിൽ ഈ പെൻസിലിൻ പോയി പറ്റിപ്പിടിക്കുകയും അവിടെ ഇരുന്ന് ഈ ബാക്ടീരിയയെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയെ കൊല്ലുന്നത്. എന്നാൽ അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുടെ യൂസ് മൂലം ബാക്ടീരിയ അവയുടെ ശരീരത്തിൽ മ്യൂട്ടേഷൻ വഴി ചില മാറ്റങ്ങൾ വരുത്തും. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ആന്റിബയോട്ടിക്കുകൾക്ക് അവയുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് നമ്മൾ ഈ ബാക്ടീരിയക്കെതിരെ ഈ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ആന്റിബയോട്ടിക്കിനെ തരണം ചെയ്ത് ജീവിക്കാൻ അല്ലെങ്കിൽ വളരുവാനുള്ള ഒരു കഴിവ് ബാക്ടീരിയക്ക് ലഭിക്കും. ഇങ്ങനെയാണ് ബാക്ടീരിയകളിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായി കഴിക്കുന്ന ചിക്കൻ, ബീഫ്, പോർക്ക്, ഫിഷ് ഇങ്ങനെയുള്ള ഇവയെ വളർത്തുമ്പോൾ തന്നെ ഇവയുടെ തൂക്കവും വണ്ണവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഈ ആന്റിബയോട്ടിക്കുകൾ അവയുടെ തീറ്റയിൽ കലർത്തി കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ അവയുടെ ശരീരത്തിൽ കുത്തിവെക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഈ ചിക്കൻ, ബീഫ് ഇവയെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കാണ് ഈ ആന്റിബയോട്ടിക്കുകൾ എത്തിച്ചേരുന്നത്. ഇതുകൂടാതെ ഈ ചെറിയ ചെറിയ അസുഖങ്ങളായി നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ അമിതമായിട്ട് ഈ ആന്റിബയോട്ടിക്കുകൾ പ്രിസ്ക്രൈബ് ചെയ്യുകയും അവ നമ്മൾ കൃത്യമായിട്ട് കഴിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയകൾ വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ഈ ആശുപത്രികളിലുള്ള വൃത്തിഹീനവും മലിനവുമായ അന്തരീക്ഷം മൂലം അവിടെ ചികിത്സിക്കാൻ എത്തുന്ന രോഗികൾക്ക് ഈ ഇതുപോലെയുള്ള ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് തടയുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, നമുക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ പോലും നമ്മൾ ഈ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കണം. ഇനി ആന്റിബയോട്ടിക് കഴിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കണം. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിനായി വളർത്തുന്ന മൃഗങ്ങൾക്ക് അവയുടെ ആഹാരത്തിൽ കലർത്തുന്ന ആന്റിബയോട്ടിക് ഇവ കലർത്തുന്നത് കർശനമായി നിരോധിക്കണം. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നിരോധിക്കുന്നതിലൂടെ ഒരു പരിധി വരെ ഇവ തടയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.